സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഒക്ടോബർ മാസം ഇങ്ങോട്ട് ഭാര്യ വരണം, കൃപാസനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തുരുമ്പി മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെയും മാതാവാണ്, നമുക്ക് അവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാലാണ് ഞാൻ. പക്ഷേ ഭാര്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പറഞ്ഞു, 28 വർഷം മുമ്പ് ഞാനും നീ തമ്മിൽ വെച്ച ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ എൻ്റെ കൂടെ വരുന്നത്. വിശ്വാസത്തിലേക്ക് തുരുമ്പിയിലെ മാതാവും എൻ്റെ ഇടവകപ്പള്ളിയിലെ മാതാവും കണക്കാണ്. കൃപാസനത്തിൽ പ്രത്യേകിച്ച് മാതാവ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലല്ല ഞാൻ വന്നത്. ഇവിടെയും പ്രത്യേകിച്ച് വേറെ മാതാവുണ്ട് എന്ന് വിശ്വാസം കിട്ടില്ല. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ആ ഒരു ബോധ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് വന്ന ഒരു മാറ്റമാണ് എനിക്ക് ഈ 6 മാസക്കാലം ഉണ്ടായ വലിയ ഒരു സംഭവം എന്ന് ഞാൻ കരുതുന്നത്. എന്തായാലും ഉടമ്പടിയിൽ ഭാര്യ വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു മാതാവിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുക. ഒക്ടോബർ മാസം 14 തീയതി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. ആ ഉടമ്പടിയിൽ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോയി ഭാര്യ കുറച്ചുകൂടി തീഷ്ണമായി ദിവ്യബലിയിൽ സംബന്ധിക്കാൻ വേണ്ടി തുടങ്ങി. കുടുംബ പ്രാർത്ഥന വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരുന്നത് വേണമെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനയിലേക്ക് കടന്നുകൊടുക്കുന്നത് ജപമാല ചൊല്ലി കിടക്കണമെന്ന തീരുമാനത്തിലേക്ക് ഞാനും ഭാര്യയും വന്നു. മക്കൾ ഞങ്ങളുടെ കൂടുതൽ 3 മക്കളാണ് ഞങ്ങൾ. അതിൽ ഒരാൾ മാത്രമാണ് മാസം വീട്ടിൽ വന്ന് പോകുന്നത്. 2 പേര് ഞങ്ങൾ കൂടുതലില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം സാധാരണ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. നവംബർ മാസം 3-ാം തീയതി, അത് ആദ്യ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച രാവിലെ പള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യ വെള്ളിയാഴ്ചയും 2ാം വെള്ളിയാഴ്ചയും ഒക്കെ വെള്ളിയാഴ്ച തന്നെയാണ്